നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. വോട്ടർ പട്ടിക ക്രമക്കേട് BJPയുടെ ജനാധിപത്യ വിരുദ്ധ മുഖം തൃശൂർ ജനതയുടെ മുന്നിൽ പ്രകടമാക്കപ്പെട്ടുവെന്ന് LDF ജില്ലാ കമ്മിറ്റി. സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് CPI ശനിയാഴ്ച ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കും. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ടെന്ന് മന്ത്രി. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനെയും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും തെരഞ്ഞെടുത്തു. അമ്മയുടെ തലപ്പത്ത് വനിതകളെത്തുന്നത് ചരിത്രത്തിലാദ്യമാണ്. ജില്ലയിൽ ശക്തമായ മഴയിൽ മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗുരുവായൂരിൽ മതിലിടിഞ്ഞ് വയോധികയ്ക്ക് പരിക്ക്. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി. വാർത്തകളിലേക്ക് വിശദമായി. വോട്ടർ പട്ടിക ക്രമക്കേടിൽ BJPയുടെ ജനാധിപത്യ വിരുദ്ധമുഖം തൃശൂർ ജനതയുടെ മുന്നിൽ പ്രകടമാക്കപ്പെട്ടുവെന്ന് LDF ജില്ലാ കമ്മിറ്റി. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി വോട്ടർ പട്ടിക ക്രമക്കേടിനെ സംബന്ധിച്ച് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് LDF ജില്ലാ കമ്മിറ്റി യോഗം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ സംവിധാനത്തെ അപഹസിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ മൗനം. MP-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന്റെ പേരിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് കയ്യേറ്റത്തിന് മുതിർന്ന BJP നിലപാട് അപലപനീയമാണെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച തൃശൂരിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കും. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി BJP ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യിക്കുകയാണെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ പറഞ്ഞു. വരന്തരപ്പള്ളിയിൽ നടന്ന AIYF യുവസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ രാജ്യം ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നുവെന്ന് സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. AIYF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി VN അനീഷ് അധ്യക്ഷത വഹിച്ചു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, PM നിക്സൺ, VK വിനീഷ്, അലൻ പോൾ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ രണ്ടുപേര്, ഒരാൾ സെക്കൻഡും ഒരാൾ പ്രപ്പോസ് ചെയ്യണം. ആ സെക്കൻഡ് ചെയ്യുന്ന ആളും പ്രപ്പോസ് ചെയ്യുന്ന ആളും തൃശൂർ മണ്ഡലത്തിലെ വോട്ടറായിരിക്കണം എന്നതാണ് നിയമം. സുരേഷ് ഗോപിയെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു വോട്ടറോ അല്ലെങ്കിൽ കൊല്ലത്തെ ഒരു വോട്ടറോ ആണ് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ, സെക്കൻഡ് ചെയ്യുന്നതെങ്കിൽ, ആ ഒറ്റ കാരണത്താൽ സുരേഷ് ഗോപിയുടെ നോമിനേഷൻ ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളയും. കാരണം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനപ്രതി ആരായിരിക്കണം എന്ന നോമിനേഷൻ അംഗീകരിക്കണമെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് ജനിച്ചു വളർന്ന ഇവിടെ വോട്ടവകാശമുള്ള ആൾക്ക് മാത്രമേ ഇവിടെ വോട്ട് ചെയ്യാനും ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് സെക്കൻഡ് ചെയ്യാനും പ്രപ്പോസ് ചെയ്യാനും നിയമം അനുവദിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി വോട്ട് അട്ടിമറിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട MPയും മന്ത്രിയുമായ സുരേഷ് ഗോപി തലസ്ഥാനങ്ങൾ രാജിവെച്ച് കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കണമെന്ന് SDPI തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ. SDPI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആസാദി സ്ക്വയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ വൈസ് പ്രസിഡന്റ് BK ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ മുഖ്താർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ TM അക്ബർ, EM ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തേക്കിൻകട മൈതാനിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. സമൂഹത്തിൽ ഒറ്റപ്പെട്ട വിഭാഗങ്ങളെ കൂടി മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഭാവി തലമുറയിലേക്ക് സ്വതന്ത്ര ഭാരതത്തിന്റെ പതാക ഏൽപ്പിക്കുക എന്ന ചുമതല നിറവേറ്റാൻ ഓരോരുത്തർക്കും കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹ്യനീതി സങ്കല്പനങ്ങളും സമഭാവനയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ സൃഷ്ടിയും സാക്ഷാത്കരിക്കാൻ ഉതകുന്ന വിധത്തിൽ തയ്യാറായ ആ ഭരണഘടനയിലെ വിലയേറിയ മൂല്യങ്ങൾ കാത്തു സംരക്ഷിക്കാൻ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും പ്രതിബദ്ധതയുണ്ട്. സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട വിഭാഗങ്ങളെ കൂടി മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ചടങ്ങിൽ മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ, സബ് കളക്ടർ അഖിൽ V മേനോൻ, DFO അഭയ് യാദവ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് എന്നിവർ സംബന്ധിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 26 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയകുമാർ പരേഡ് നയിച്ചു.
ശക്തമായ മഴയിലും ആവേശം ചോരാതെയാണ് ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം തേക്കിൻകാട് മൈതാനിയിൽ നടന്നത്. TCV ന്യൂസ്, തൃശൂർ. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേത മേനോനെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെയും വൈസ് പ്രസിഡന്റുമാരെ ലക്ഷ്മി പ്രിയയെയും ജയൻ ചേർത്തലിനെയും ട്രഷററായി ഉണ്ണി ശിവപാലിനെയും തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറി അൻസുബിയെ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. ചരിത്രത്തിലാദ്യമായാണ് അമ്മയുടെ തലപ്പത്ത് വനിതകൾ എത്തുന്നത്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേത മേനോൻ വിജയിച്ചത്. ആകെയുള്ള 504 അംഗങ്ങളിൽ 298 പേരാണ് വോട്ട് ചെയ്തത്. കനത്ത മഴയിൽ മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത്. മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷൻ, പട്ടാളക്കുന്ന് റോഡ്, റോസ് ഗാർഡൻ, സന്തോഷ് നഗർ എന്നിവിടങ്ങളിലാണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. നിലവിലുള്ള റോഡിലെ കാനകൾ തടഞ്ഞതിനാൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ദേശീയപാതയിലും പരിസരങ്ങളിലും പെയ്തിറങ്ങുന്ന വെള്ളം താഴ്ന്ന ഭാഗമായ നടത്തറ റോഡിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ്. മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരമാവണമെങ്കിൽ മണ്ണുത്തി ദേശീയപാത 6 വരി പാത പണിയുന്നതിന് മുമ്പായി മണ്ണുത്തിയുടെ കിഴക്കു പ്രദേശത്ത് നിന്നുള്ള വെള്ളം പടിഞ്ഞാറോട്ട് പോകുന്ന 5 കാനകളുണ്ടായിരുന്നു. അതിലെ 3 കാനകളാണ് ആദ്യം ദേശീയപാത അതോറിറ്റി പണിതത്. അതിലെ 4ാമത്തെ കാന ഞങ്ങൾ വലിയ ഒരു സമരം നടത്തിയതിൻ്റെ പേരിൽ ആ 4ാമത്തെ കാന, പകുതി നിർമ്മാണം തടഞ്ഞു വെച്ച കാന അത് തുറന്നു. ഇനി ഒരു കാനയും കൂടിയും ഈ പ്രദേശത്ത് തുറക്കാനുണ്ട്. ആ കാന തുറന്നു കഴിഞ്ഞാൽ മണ്ണുത്തിയിലെ വെള്ളക്കെട്ടിന് ചെറിയ ഒരു പരിഹാരമാവും. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. പോണ്ടേ, നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആഡി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആഡി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ ശക്തമായ മഴയെ തുടർന്ന് മമ്മിയൂർ കാട്ടുപാടം റോഡിലും കമ്പനിപ്പടി നളന്ത റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. 2 റോഡിലും വെള്ളമുയർന്നതിനെ തുടർന്ന് നാട്ടുകാർ റോഡടച്ചു. മഴ തോർന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വെള്ളമൊഴിഞ്ഞ് റോഡ് തുറന്നുകൊടുത്തു. ചൊവ്വല്ലൂർപ്പടി സെന്ററിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. സെന്ററിലെ രാജലക്ഷ്മി ഹോട്ടലിന്റെ ഷട്ടർ വരെ വെള്ളമുയർന്നു. ശക്തമായ മഴയിൽ ഗുരുവായൂരിൽ കരിങ്കൽ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ് കാൽനട യാത്രികയായ വയോധികയ്ക്ക് പരിക്കേറ്റു. തിരുവെങ്കടം അയോധ്യ നഗറിൽ കോറോട്ട് അമ്മിണിക്കാണ് പരിക്കേറ്റത്. തിരുവെങ്കടം ശ്രീകൃഷ്ണ നിവാസിൽ ഗൗരിയുടെ പറമ്പിലെ മതിലാണ് തകർന്നു വീണത്. കരിങ്കല്ല് ഉരുണ്ടുപോയ കുഴിയിൽ വീണാണ് അമ്മിണിയുടെ കൈക്ക് പരിക്കേറ്റത്. കരിങ്കല്ലുകൾ റോഡിലേക്ക് വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഡ്രൈവർമാരും യാത്രക്കാരും ചേർന്ന് കല്ലുകൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനരാരംഭിച്ചത്. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. പോലുക്കര സ്വദേശി മുഞ്ഞേൽ വീട്ടിൽ 40 വയസ്സുള്ള സോജിയാണ് കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത്. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. മേൽക്കൂരയുടെ കാലുകൾ ചെരിഞ്ഞ നിലയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. രൂപക്കൊടിന് മുകളിൽ ഷീറ്റ് വീണ് മേൽക്കൂരയും പൊളിഞ്ഞിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ശനിയാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല.
ആശങ്കയായി ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്നു. വെള്ളിയാഴ്ച രാത്രിയിലെ വെള്ളത്തിന്റെ അളവ് 4.2 മീറ്ററാണ്. പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ഒരു എമർജൻസി ഗേറ്റ് തുറന്നതും കനത്ത മഴ പെയ്തതുമാണ് ചാലക്കുടി പുഴയിൽ ഇക്കുറി 5ാം വട്ടവും മലവെള്ളപ്പാച്ചിലിനിടയാക്കിയത്. ഷോളയാർ ഡാമിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഷട്ടർ 2 അടി തുറക്കുകയും ചെയ്തു. ഇതിനിടെ എറണാകുളം ജില്ലയിലെ കണക്കൻകടവിലെ എല്ലാ ഷട്ടറുകളും തുറന്നതിനാൽ ചാലക്കുടി പുഴയിൽ നിന്നും കടലിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. CSI കൊച്ചിൻ ഇടവകയുടെ പുതിയ ബിഷപ്പായി കുര്യൻ പീറ്റർ അഭിഷിക്തനായി. എറണാകുളം CSI ഇമ്രാവൽ കത്തീഡ്രലിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ മോഡറേറ്റർ ബിഷപ്പ് രൂപൻ മാർക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും സ്ഥാനചിഹ്നമായ മുദ്രമോതിരം അണിയിക്കുകയും ചെയ്തു. സിനഡ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫെർണാണ്ടസ് രത്തിന രാജ സർട്ടിഫിക്കറ്റ് നൽകി. ബിഷപ്പുമാരായ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, VS ഫ്രാൻസിസ്, ജോസ് ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സഹകാർമ്മികരായിരുന്നു. കണിമംഗലം ഓവർബ്രിഡ്ജിന് സമീപം തട്ടുകടയ്ക്ക് തീപിടിച്ചു. പാചകവാതക സിലിണ്ടർ ലീക്കായാണ് തീപിടിച്ചത്. കണിമംഗലം സ്വദേശി ഇസ്മായിലിന്റെ തട്ടുകടയ്ക്കാണ് തീപിടിച്ചത്. സംഭവം അറിഞ്ഞ മന്ത്രി K രാജൻ സ്ഥലത്തെത്തിയിരുന്നു. അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. ദേശീയപാത ചാലക്കുടി പോട്ട നാടുകുന്നിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രക്കാരൻ മരിച്ചു. പോട്ട മാളിയേക്കൽ ജോർജിന്റെ മകൻ 52 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-നായിരുന്നു അപകടം. പാവർട്ടി ഏനമ്മാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. ചെറിയ ഒരു മഴ പെയ്താൽ പോലും ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. റോഡിനോട് ചേർന്ന് കാനകളില്ലാത്തതാണ് വെള്ളക്കെട്ടിനും റോഡ് തകരുന്നതിനും കാരണമാകുന്നത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെയും ഇരുചക്ര വാഹന യാത്രക്കാരുടെയും ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നതും യാത്രക്കാരും വാഹനോടമകളും തമ്മിലുള്ള തർക്കവും പതിവാണ്. സമീപത്തുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്റ്റാൻഡിലുള്ള തൊഴിലാളികൾക്ക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിപ്പിക്കുന്നത് മൂലം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി KG സനിൽ ആവശ്യപ്പെട്ടു. ഇവിടെ വണ്ടി ഇടാൻ വരെ പറ്റുന്നില്ല. കംപ്ലീറ്റ് വെള്ളം ബസ്സുകാരൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ് വെള്ളം വരുന്നത്. ആൾക്കാർക്ക് നടക്കാൻ വരെ പറ്റുന്നില്ല. ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും എത്ര വെള്ളം, വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുളം പോലെയാണ്. പിന്നെ ഇതിലൊരാൾക്ക് നടക്കാനും ടൂ വീലറിന് പോകാനും വരെ പറ്റുന്നില്ല. വെള്ളക്കെട്ടുള്ള റോഡിനോട് ചേർന്ന് KSEB ട്രാൻസ്ഫോർമർ നിൽക്കുന്ന കാരണം അപകട സാധ്യതയും ഏറെയാണ്. റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടം സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ്. TCV പാവർട്ടി. തെക്കുംകര പഴയന്നൂപ്പാടത്ത് വയോധികൻ കിണറ്റിൽ വീണ് മരിച്ചു. വേങ്ങലക്കുണ്ട് മുരിങ്ങയിൽ 93 വയസ്സുള്ള അന്തോണിയാണ് പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം മുതൽ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിലെ നിർമ്മാണ സ്ഥലത്തേക്ക് സിമന്റുമായി വന്ന ട്രെയിലർ കാനയിലേക്ക് മറിഞ്ഞു. 40 ടൺ സിമന്റുമായി ട്രെയിലർ റോഡിൽ നിന്ന് നിർമ്മാണ സ്ഥലത്തേക്ക് കടക്കുന്നതിനിടയിൽ കാനയുടെ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് ചെരിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ ചാടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 3 ക്രെയിനുകളുടെ സഹായത്തോടെ 2 മണിക്കൂർ പരിശ്രമിച്ചാണ് ട്രെയിലർ ഉയർത്തിയത്. ഇതേ തുടർന്ന് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ മാസവും ട്രെയിലർ ഇതേ രീതിയിൽ കാനയിലേക്ക് മറിഞ്ഞിരുന്നു. കുറാഞ്ചേരി ദുരന്തം നടന്നിട്ട് 7 വർഷമാകുന്നു. വർഷം എത്ര കഴിഞ്ഞാലും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമായാണ് പ്രദേശവാസികൾ ജീവിക്കുന്നത്. 2018 ആഗസ്റ്റ് 16-ന് ഒരു നിമിഷം നേരം കൊണ്ട് 19 ജീവനുകളാണ് തുടച്ചു നീക്കപ്പെട്ടത്. നിമിഷ നേരം കൊണ്ട് പാഞ്ഞെത്തിയ മണ്ണിടിച്ചിൽ തൃശൂർ ഷൊർണൂർ റോഡിന് സമീപമുള്ള റെയിൽവേ പാളം വരെ എത്തിയിരുന്നു. 100ഓളം ടിപ്പറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ദിവസങ്ങളോളം പ്രയത്നിച്ചാണ് 19 മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് ഒപ്പമുണ്ടായിരുന്നവരെ നിമിഷ നേരം കൊണ്ട് ദുരന്തം തട്ടിയെടുത്തതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഇന്നും കുറാഞ്ചേരി. കുടുംബത്തെ മരണം കവരുന്നതിന് തൊട്ടു മുൻപ് മസ്കറ്റിൽ നിന്നും കുടുംബവുമായി സംസാരിച്ച സിജോയ്ക്ക് നഷ്ടപ്പെട്ടത് പിതാവ് മത്തായി, മാതാവ് റോസി, പെങ്ങൾ സൗമ്യ, മക്കളായ മെറിൻ, മെൽന എന്നിവരെയാണ്. സിജോയുടെ ഭാര്യ ബിൻസി പ്രസവത്തിനായി പത്താഴക്കുണ്ടിലെ സ്വന്തം വീട്ടിലായിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു.
കുറാഞ്ചേരിയിൽ പച്ചക്കറിക്കട നടത്തിയിരുന്ന മോഹനനും കുടുംബവും റോസി, ഏഞ്ചൽ, മത്തായി, ബേബി, സൗമ്യ ഇങ്ങനെ 19 ജീവനുകൾ എല്ലാം ഇന്ന് കുറാഞ്ചേരിക്കാർക്ക് ഉണങ്ങാത്ത മുറിവുകളാണ്. ചെറിയ മണ്ണിടിച്ചിൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത ഇവിടെ ഇത്ര വലിയ ദുരന്തമുണ്ടായത് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ വീണ്ടും പ്രദേശവാസികൾ ഒത്തുചേരും, ഉറ്റവർക്ക് കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നതിനായി. TCV വടക്കാഞ്ചേരി. AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവസംഗമം സംഘടിപ്പിച്ചു. AIYF മുൻ ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ നടന്ന സംഗമത്തിൽ AIYF മണ്ഡലം പ്രസിഡന്റ് ജിനേഷ് അധ്യക്ഷത വഹിച്ചു. PS അഖിൽ, കനിഷ്കൻ വല്ലൂർ, PD റജി തുടങ്ങിയവർ സംസാരിച്ചു. ഈ മുദ്രാവാക്യത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് സംഘടിപ്പിച്ചു വരുന്നത്. കാരണം ഒട്ടനവധി ധീരജവാന്മാർ സ്വന്തം ജീവൻ പണയപ്പെടുത്തി നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കാത്തു സംരക്ഷിക്കേണ്ടത് ചുമതല AIYF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ദേശീയപാത ചാലക്കുടി മുരിങ്ങൂർ ജംഗ്ഷനിൽ തടിലോറി മറിഞ്ഞു. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് റോഡിലുണ്ടായ ഗർത്തത്തിൽപ്പെട്ടാണ് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞത്. ഡ്രൈവറും സഹായിയും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഭരണഘടനയെ സംരക്ഷിക്കാം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാമെന്ന മുദ്രാവാക്യമുയർത്തി AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവസംഗമം നടത്തി. തൃശൂർ പടിഞ്ഞാറേക്കോട്ടിൽ നടന്ന സംഗമം P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. AIYF മണ്ഡലം പ്രസിഡന്റ് CB അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി GM അനിൽ, അമൽ C രാജൻ, CPI മണ്ഡലം സെക്രട്ടറി KB സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരകാല സർവ ശിക്ഷ. നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു. ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴെ വീഴുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ചെറിയ തപാൽ ഓഫീസുകൾ നിർത്തലാക്കുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം 4 തപാലാഫീസുകൾ അടച്ചുപൂട്ടൽ പട്ടികയിലുണ്ട്. ഇവയിൽ തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി കഴിഞ്ഞു.
കണ്ടംകുളം, ആനാപ്പുഴ, പുല്ലൂറ്റ് നോർത്ത് എന്നിവ വൈകാതെ ഇല്ലാതാകും. തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് തപാലാപ്പീസിന്റെ പ്രവർത്തനം ശൃംഗപുരം ഓഫീസിൽ ലയിപ്പിച്ചു. സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് മുതൽ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുവഞ്ചിക്കുളത്തുകാർ ഇനി ശൃംഗപുരം ഓഫീസിനെ ആശ്രയിക്കണം. കത്തിടപാടുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പലവിധ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും തപാലാപ്പീസുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ്. പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ ജനങ്ങൾ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ജനങ്ങൾ കൂടുതലായിട്ടും ഈ പോസ്റ്റ് ഓഫീസുകളെയാണ് ആശ്രയിക്കുന്നത് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. പോസ്റ്റ് ഓഫീസുകളെ നിർത്തലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. വിവിധ സർക്കാർ രേഖകൾ ഇപ്പോഴും തപാൽ വഴിയാണ് വിലാസക്കാരെ തേടിയെത്തുന്നത്. നിലവിലുള്ള തപാൽ സേവനങ്ങൾ നിർത്തലാക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരികയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വാതന്ത്ര്യദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് 11 വീൽ ചെയറുകൾ സംഭാവന നൽകി. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന വീൽ ചെയറുകൾ തൃശൂർ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് MD രാജേഷ് മേയർ MK വർഗീസിന് കൈമാറി. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ടാജ് പോൾ പനയ്ക്കൽ, ഡോക്ടർ നോബിൾ, നഴ്സിംഗ് സൂപ്രണ്ട് M ജ്യോതി, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ, ചിന്നമ്മ വിൻസെന്റ്, കവിത, സ്റ്റേറ്റ് ഹെഡ് സനീഷ്, സുനിൽ, പ്രസീദ്, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് നിലവിൽ 50ഓളം ബ്രാഞ്ചുകളും 650-ലേറെ ജീവനക്കാരുമുണ്ട്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഫൗണ്ടേഷൻ പൊതുജനങ്ങൾക്കായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നോൺ ബാങ്കിംഗ് ധനകാര്യ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഡയറക്ടർമാരുടെ നേതൃത്വവും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനവുമായാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സ്വകാര്യ ധനകാര്യ രംഗത്ത് മുന്നേറുന്നത്. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് ശനിയാഴ്ച മന്ത്രി R ബിന്ദു നാടിന് സമർപ്പിക്കും. കൊടുങ്ങല്ലൂരിൽ നിന്നും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും തൃശൂർ നഗരത്തിലേക്ക് വരുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണിത്. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ഉൾപ്പെടെ സ്വരാജ് റൗണ്ട് വരെ കോർപ്പറേഷന്റെ അധീനതയുള്ള റോഡാണ് 10 കോടി രൂപ ചെലവഴിച്ച് ആധുനികവൽക്കരിച്ചത്. പൂത്തോൾ റോഡ്, നെട്ടിശ്ശേരി റോഡ്, അരിസ്റ്റോ റോഡ്, പുല്ലഴി, പൂങ്കുന്നം, അരണാട്ടുകര തുടങ്ങി നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം BMBC ടൈൽ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട്. കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശന തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി, പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിൽ 60 സെന്റ് സ്ഥലത്താണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി. 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. ഇത് വലിപ്പം കുറഞ്ഞ ഒരു ഇനമാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണിത്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണ ഒരു ഇനത്തിന്റെ പോലെ തോന്നുന്നുണ്ട്. മായ എന്ന ഇനാണ് വലിപ്പമുള്ള കായ ഉണ്ടാവണത്. ഒരു തൈമന്ന് ഒരു 6 എണ്ണം പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോത്തോളം പൊടിച്ചിട്ടുണ്ട്. 8 കിലോത്തോളം ഉണ്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റി പറയണത്. പ്രഗതി, പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായ്കൾ ഉണ്ടാകും. പ്രഗതി, പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗം ഒന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പ്രദർശന തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി, പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
TCV ന്യൂസ്, കയ്പമംഗലം. ലളിതകലാ അക്കാദമിയിൽ നടന്നുവരുന്ന ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനത്തിന്റെ ഭാഗമായി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ കലാപിനി കോങ്കിലി അവതരിപ്പിച്ച സംഗീത കച്ചേരി കാണികൾക്ക് വേറിട്ട അനുഭവമായി. ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടമുള്ള വൈഷ്ണവ ജനത ഭജനുകളും കബീർദാസ്, സൂർദാസ്, തുളസീദാസ് എന്നിവരുടെ കവിതകളുമാണ് കലാപിനി ആലപിച്ചത്. കൊടുങ്ങല്ലൂർ നെടിയതളി ശിവക്ഷേത്രത്തിലേക്ക് യന്ത്രക്കൊമ്പനെ നടയിരുത്തുന്നു. തളീശ്വരൻ എന്ന പേരിൽ നടൻ ജാക്കി ഷെറോഫിന്റെ സഹകരണത്തോടെ പെറ്റ് ഇന്ത്യയാണ് ആനയെ സമർപ്പിക്കുന്നത്. യന്ത്ര ആനയ്ക്ക് 800 കിലോ ഭാരവും 3 മീറ്റർ ഉയരവുമുണ്ട്. ആനകളെ ഒരിക്കലും വാടകയ്ക്ക് കൊടുക്കുകയോ എഴുന്നള്ളിക്കുകയോ ചെയ്യില്ലെന്ന ക്ഷേത്രത്തിന്റെ നിലപാടിനുള്ള അംഗീകാരം കൂടിയാണ് യന്ത്രക്കൊമ്പൻ. ചാലക്കുടി സ്വദേശി പ്രശാന്താണ് യന്ത്ര ആനയെ നിർമ്മിച്ചിട്ടുള്ളത്. മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റ്സ് ഇന്ത്യ ഇതുവരെ 11 യന്ത്ര ആനകളെ സമ്മാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് 7ാമത്തെ ആനയെയാണ് കൈമാറുന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ബെന്നി ബെഹന്നാൻ MP-യും VR സുനിൽകുമാർ MLA-യും ചേർന്ന് തളീശ്വരന്റെ അനാച്ഛാദനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, കൗൺസിലർമാരായ KR ജൈത്രൻ, TS സജീവൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് നടുമുറി ബാബുശാന്തി എന്നിവർ പങ്കെടുക്കും. തുടർന്ന് പഞ്ചാരിമേളം അരങ്ങേറും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 വെള്ളിക്കുട്ടകങ്ങൾ വഴിപാടായി ലഭിച്ചു. വിജയവാഡ സ്വദേശി ശ്യാം സുന്ദർ ശർമ്മ, മകൻ നീലികൃഷ്ണ യശ്വന്ത് എന്നിവരാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ വെള്ളിക്കുട്ടകങ്ങൾ ഏറ്റുവാങ്ങി. കുട്ടകങ്ങൾക്ക് മൊത്തം 10 കിലോ 300 ഗ്രാം തൂക്കം വരും. 108 ക്ഷേത്രങ്ങളിൽ ശയനപ്രദക്ഷിണമെന്ന കണ്ണൂർ സ്വദേശി കൃഷ്ണദാസ് പുറമേരിയുടെ വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചു. കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ശയനപ്രദക്ഷിണം രുദ്രതീർത്ഥ കുളം ചുറ്റി സമാപിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാഗസ്വരത്തിന് ശ്രുതിമീട്ടുന്ന കൃഷ്ണദാസ് ഇതിനകം ക്ഷേത്രത്തിൽ 3000-ഓളം തവണ ശയനപ്രദക്ഷിണം നടത്തിയിട്ടുണ്ട്. ശയനപ്രദക്ഷിണം പൂർത്തിയാക്കിയ കൃഷ്ണദാസിന് ഭക്തജന കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആദരം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നോക്കാം വാണിജ്യം. ആഭരണ നിർമ്മാണ വിപണന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂപ്പർ ഓഫറുകളും വെള്ളിയാഭരണങ്ങൾക്ക് പ്രത്യേക വിഭാഗവുമായി 5ാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങി. തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 5ാം വാർഷിക ദിനമായ ആഗസ്റ്റ് 17-ന് വെള്ളിയാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ആരംഭിക്കുന്ന സിഗ്നേച്ചർ സിൽവർ കളക്ഷൻ സിനി ആർട്ടിസ്റ്റ് ജസ്ന്യ ജയദീഷ് ഉദ്ഘാടനം ചെയ്യും. അതിവിപുലമായ കുറെ ഓഫറുകളുമായിട്ടാണ് എലിസ്റ്റ ഈ പ്രാവശ്യത്തെ ഓണം വരവേൽക്കുന്നത്. 5ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമ്മളുടെ സിൽവർ ജ്വല്ലറി ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. സിഗ്നേച്ചർ സിൽവർ കളക്ഷൻ എന്ന് പറഞ്ഞ ഒത്തിരി ഡിസൈനുകളുള്ള ഒരു ജ്വല്ലറിയാണ് സിൽവറിൽ വരുന്നത്. വളരെ നല്ല ഭംഗിയുള്ള ആഭരണങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ശ്രേണിയിലേക്ക് കടന്നു വരുന്നത്. 5ാം വാർഷികത്തോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സൂപ്പർ ഓഫറുകൾ സ്വന്തമാക്കാം. ചിങ്ങം 1-ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ 555 രൂപ കിഴിവ് ലഭിക്കും. വിലയിൽ 5% നൽകി 1 മാസത്തേക്ക് അഡ്വാൻസായി ബുക്ക് ചെയ്യാം. 1 വർഷത്തേക്ക് അഡ്വാൻസായി ബുക്ക് ചെയ്യുന്നതിലൂടെ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ് ലഭിക്കും. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 HUID സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ ലാഭം. സിഗ്നേച്ചർ സിൽവർ കളക്ഷന്റെ ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി എല്ലാ വെള്ളിയാഭരണങ്ങൾക്കും 25% കിഴിവ്, എല്ലാ ഡയമണ്ട് ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ 50% കിഴിവ് എന്നീ ഓഫറുകൾക്ക് പുറമെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകും. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. വോട്ടർ പട്ടിക ക്രമക്കേട്, BJPയുടെ ജനാധിപത്യ വിരുദ്ധമുഖം തൃശൂർ ജനതയുടെ മുന്നിൽ പ്രകടമാക്കപ്പെട്ടുവെന്ന് LDF ജില്ലാ കമ്മിറ്റി. സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് CPI ശനിയാഴ്ച ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കും. ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി R ബിന്ദു ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ടെന്ന് മന്ത്രി.
ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനെയും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും തെരഞ്ഞെടുത്തു. അമ്മയുടെ തലപ്പത്ത് വനിതകളെത്തുന്നത് ചരിത്രത്തിലാദ്യമായി. ജില്ലയിൽ ശക്തമായ മഴയിൽ മണ്ണുത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗുരുവായൂരിൽ മതിലിടിഞ്ഞ് വയോധികയ്ക്ക് പരിക്ക്. നടത്തറ കാച്ചേരിയിൽ ക്ഷേത്രക്കുളത്തിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.